മുഹമ്മദ് നബിയെ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പറയുന്നതും മുഹമ്മദ് നബിയെ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ വേണ്ടി റബ്ബിനോട് പറയണമേ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വ്യത്യാസം വളരെ പ്രകടമാണ്. അതേപോലെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും മരിച്ചു കഴിഞ്ഞ ഒരാളോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വ്യത്യാസം വളരെ പ്രകടമാണ്. എന്നാൽ പേരോട് ഉസ്താദിനും കൂട്ടർക്കും ഈ ഒരു വ്യത്യാസം ഒന്നുകിൽ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ ജനങ്ങളെ വഞ്ചിക്കുന്നു. രണ്ടാമത്തതാണ് കൂടുതൽ ശരി. ടു ദി പോയിൻറ്റിൽ ഈ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് പേരോട് ഉസ്താദിൻ്റെ ഒരു സംസാരം കേൾപ്പിക്കാം. അതിൽ ഗുരുതരമായ 3 തെറ്റുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിലൊന്ന്, സലഫികൾക്കില്ലാത്ത, മുജാഹിദുകൾക്കില്ലാത്ത ഒരു വാദം അവർക്ക് ഉണ്ട് എന്ന് പറയുന്നു. 2, സലഫികൾ എന്താണോ വാദിക്കുന്നത് അതിന് എതിരായി തെളിവുകളൊന്നും അദ്ദേഹം കൊണ്ടുവരുന്നു എന്ന് വരുത്തി തീർക്കുന്നു. 3, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ട് ഷിർക്കിന് തെളിവ് പിടിക്കുന്നു. ഈ 3 കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംസാരത്തിൽ നമുക്ക് കേൾക്കാം. ആ സംസാരം ഞാൻ ആദ്യം മുഴുവനായി നിങ്ങളെ കേൾപ്പിച്ചതിന് ശേഷം എൻ്റെ പോയിൻ്റുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആ സംസാരം നമുക്കൊന്ന് കേൾക്കാം. നിമിത്തങ്ങളുമായി ബന്ധപ്പെടൽ അത് പുണ്യമാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വലിയ കുറ്റം ചെയ്തു. ചെറിയ കുറ്റമൊന്നുമല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് പോട്ട കണ്ടിലെറിഞ്ഞു, വേറെയും പലതും ചെയ്തു. അവസാനം അവർ തൗബയുടെ അടുത്തെത്തി. അപ്പം എന്താ പറഞ്ഞത്? യാ അബാൻ അസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി ബാപ്പ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. മുജാഹിദിന്റെ പുതിയ ആശയം എന്താ? മധ്യസ്ഥൻ വേണ്ട, മധ്യവർത്തി വേണ്ട. എന്നാ യാക്കൂബ് നബി എന്താ പറയണ്ടേ? മധ്യവർത്തി വേണ്ട, നിങ്ങൾ പഠിച്ചോണ്ടൊക്കെ പറഞ്ഞാൽ മതി. യാക്കൂബ് നബി അലൈഹി പറഞ്ഞത് എന്താ ഖുർആനിലുള്ളത്? സൗഫ അസ്തഗ്ഫിർ ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും മക്കളെ. ചെയ്യൂല എന്നല്ല, ഞാൻ ചെയ്യും. എന്റെ അമ്പിയാക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം റെക്കമെൻഡ് വേണം. ഖുർആൻ പറഞ്ഞതല്ലേ? എന്താ പറഞ്ഞു ഖുർആൻ? വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ ദോഷം പൊറുക്കാൻ നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആൻ അമ്പിയാക്കളോട് നിർദ്ദേശിക്കുകയാണ്. ഇനി അങ്ങനെ റെക്കമെൻഡ് വേണ്ട, മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാലോ അവൻ ഈമാനുള്ളവനല്ല എന്ന് ഖുർആൻ തുറന്ന് പറയാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹ് പറയാണ്, എന്ത് ഇദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അവിടെ റസൂലുള്ളാഹിനോട് പറയാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലൗറൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവർ പിരിഞ്ഞു പോകും. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. ഞങ്ങളെ പടച്ചവനോട് തെറ്റിന്ന് ഞങ്ങളെ അങ്ങ് പറയും. അങ്ങനെ മുഹമ്മദിന്റെ റെക്കമെൻഡ് വേണ്ട. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഒന്നാമതായി പറയുന്നത് മുജാഹിദുകൾ റെക്കമെൻഡ് വേണ്ട, നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് പോലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തെറ്റല്ലേ? മുജാഹിദുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ ആ പ്രവാചകന്മാരുടെ ശുപാർശ വേണ്ട, പ്രവാചകന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് മുജാഹിദുകൾ പറയുമോ? മുജാഹിദുകൾ മയ്യത്ത് നമസ്കരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മയ്യത്ത് നമസ്കാരം മരിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള ശുപാർശയല്ലേ? നിങ്ങൾ മുജാഹിദുകളുടെ ഖുതുബകൾ കേൾക്കാറില്ലേ? അതിലുള്ള പ്രാർത്ഥനകൾ എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സകല വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ഒരു സഹോദരൻ്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് സലഫികൾ പഠിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ പരസ്പരം ജീവിച്ചിരിക്കുന്ന ആളുകളോട് വിശ്വാസികൾ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നതും അങ്ങനെ പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ചും അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ, അതൊക്കെ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരുമാണ് മുജാഹിദുകൾ. അതുകൊണ്ട് മുജാഹിദുകൾ മറ്റൊരാളോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് തെറ്റാണ്. മധ്യവർത്തികൾ വേണ്ട, ശുപാർശകർ വേണ്ട എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് ഇദ്ദേഹം കളവ് പറയുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ അത് വേണ്ട എന്ന് മുജാഹിദുകൾ പറയുമോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ആ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന കിട്ടുക എന്നുള്ളത്, ഒരു ശുപാർശ കിട്ടുക എന്നുള്ളത് എത്രമാത്രം വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മഹ്ശറിൽ നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയല്ലേ പ്രതീക്ഷിക്കുന്നത്?
ആ ശുപാർശ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് സലഫികൾ കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷിർക്ക് ചെയ്യരുത് എന്നാണ്. കാരണം ഷിർക്ക് ചെയ്യുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കില്ല, ബിദഅത്തുകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുകയില്ല. ആ നിലക്ക് ബിദഅത്തുകൾ ഒഴിവാക്കണം, ഷിർക്ക് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് പോലും ഈ ശുപാർശ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതിലുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും ബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വസീലയെ തേടാനുമൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായി പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കും എന്നതാണ്. അമ്പിയാക്കളുടെ സാലിഹ്യങ്ങളുടെ ശുപാർശ പരലോകത്തുണ്ടാകും, ഈ ലോകത്തും അതേറെ ഉപകാരപ്പെടുന്നതാണ്. ഇതിനെയൊന്നും സലഫികൾ എതിർത്തിട്ടില്ല, മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അദ്ദേഹം ശുദ്ധമായ കളവാണ് ആ വിഷയത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ച് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പേരോട് പറഞ്ഞ കളവിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം. അഥവാ മുജാഹിദുകൾ ഒരിക്കലും തന്നെ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളോടോ സ്വാലിഹ്യങ്ങളോടോ അതല്ലെങ്കിൽ വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ അത് തെറ്റാണ്, അത്തരം മധ്യവർത്തികൾ വേണ്ട എന്ന് മുജാഹിദുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, മുജാഹിദുകൾ എന്താണോ വാദിക്കുന്നത് ആ വാദത്തിന് എതിരായിക്കൊണ്ട് തെളിവ് ഉദ്ധരിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മുജാഹിദുകളുടെ വാദം എന്താണ്? പ്രവാചകന്മാരോടോ സ്വാലിഹ്യങ്ങളോടോ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അത് പാടുണ്ട് എന്നാണ് പേരോടും കൂട്ടരും വാദിക്കുന്നത്. ഉദാഹരണത്തിന് മുഹമ്മദ് നബിയെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാം, എന്നാവശ്യപ്പെടാം എന്നാണ് പേരോടിൻ്റെ വാദം. മുഹമ്മദ് നബിയെ അതല്ലെങ്കിൽ മറ്റു സ്വാലിഹ്യങ്ങളെ വിളിച്ച് വലിയകളെ വിളിച്ച് ഞങ്ങളുടെ രോഗം മാറ്റണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണമേ, ഞങ്ങളുടെ കടങ്ങൾ തീർത്തു തരണമേ, ഞങ്ങളെ സ്വർഗത്തിലാക്കണമേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നിങ്ങനെ നേർക്ക് നേരെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ് പേരോടിൻ്റെ വാദം. ഈ വാദത്തിന് എവിടെ തെളിവ്? അത് പാടില്ല എന്നാണ് സലഫികൾ പറയുന്നത്. ഇവിടെ പേരോട് ഉദ്ധരിച്ച തെളിവെന്താണ്? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാണ്. മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലല്ലേ അത് തെളിവാവുകയുള്ളൂ. സലഫികൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലല്ലേ അത് തെളിവാവുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ പിതാവിനോട് അതേപോലെ തന്നെ നബിയായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത്തരം ആവശ്യപ്പെടലിനെ സലഫികൾ എതിർത്തിട്ടില്ല. എന്നാൽ പേരോടിന് അത് എപ്പോഴാണ് തെളിവാകുന്നത്? മക്കൾ യാക്കൂബ് നബിയെ വിളിച്ചു തേടണം, യാക്കൂബ് നബിയെ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. അങ്ങനെ പറഞ്ഞതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക. അല്ലെങ്കിൽ മരിച്ചുപോയ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് മക്കൾ ആവശ്യപ്പെടുന്നതെങ്കിലും പേരോടിന് അതിനെ തെളിവാക്കാം. ഇത് രണ്ടിനും പരിശുദ്ധ ഖുർആനിൽ തെളിവില്ല, പേരോട് ഉദ്ധരിച്ചതിലും തെളിവില്ല. അപ്പോൾ സലഫികൾ വാദിക്കുന്നത് നേർക്ക് നേരെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ നേർക്ക് നേരെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല, റഹ്മാനായ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല എന്നതാണ് സലഫികളുടെ വാദം. പേരോട് അതിന് തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ താൻ ഉദ്ധരിക്കുന്ന തെളിവുകൾ ഇതിനുള്ള തെളിവുകളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ അദ്ദേഹം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം തെളിവ് ഉദ്ധരിച്ചു സൂറത്തു അൽ മുനാഫിഖൂനിൽ വഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, ഇതാ നിങ്ങൾ വരൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വരൂ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും എന്ന് പറയുമ്പോൾ മുനാഫിഖ്യങ്ങൾ എന്ത് ചെയ്യാണ്? ലവ്വ റൂസഹും, അവരുടെ തല അവർ തിരിച്ചു കളയുന്നു. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അഹങ്കാരികളായിക്കൊണ്ട് അവർ തിരിഞ്ഞു കളയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഗുരുതരമായ തെറ്റുകൾ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും വഞ്ചിക്കുകയും ചെയ്ത മുനാഫിക്കുകൾ, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറയാം റബ്ബിനോട്, നിങ്ങൾ നബിയുടെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ അത് കൂട്ടാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അഹങ്കാരികളായി തിരിയുന്നു എന്നാണ് ഈ ആയത്തിലുള്ളത്. ഇതിൽ മുജാഹിദുകൾക്ക് സലഫുകൾക്ക് എന്ത് എതിർപ്പാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ഉമ്മത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായ കാര്യമാണ്. പ്രത്യേകിച്ചും അവർ നബിയോടാണ് ആ തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നബിയെ ബാധിക്കുന്ന കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നബി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചേക്കാം. അതുകൊണ്ടാണ് അവരിലേക്ക് വരുമെന്ന് വിളിക്കപ്പെട്ടത്. അപ്പോഴാണ് അവർ തിരിഞ്ഞു കളഞ്ഞത്. അതൊരിക്കലും പാടില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് പേരോടിന് തെളിവാകുന്നത്? പേരോടിന് തെളിവാവണമെങ്കിൽ ഈ ആയത്തിൽ എന്തു വേണം? വിശ്വാസികൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ മുഹമ്മദ് നബിയെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് അവർ പറയണമെന്ന് ഈ ആയത്തിലുണ്ടാകണം. ഈ ആയത്തിൽ അങ്ങനെ ഒരു വാക്ക് തന്നെയില്ല. നബിയെ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് നബിയോട് നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്തിൽ തെളിവുണ്ടോ? ഈ ആയത്തിൽ തെളിവില്ല. അല്ലെങ്കിൽ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
നബിയുടെ വഫാത്തിന് ശേഷവും നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ പറയാം എന്നതിനും ഇതിൽ തെളിവില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബിയോട് തെറ്റ് ചെയ്ത ആളുകൾ അവർ നബിയുടെ അടുക്കൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി ശുപാർശ പറയുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലുള്ളത്. എന്നാൽ അതല്ലാത്ത വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ച ആളുകളാണെങ്കിൽ നബിയുടെ അടുക്കൽ വരുന്നതിനെ സംബന്ധിച്ച് പറയാതെ നേർക്കുനേരെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താം എന്നുള്ള ധാരാളക്കണക്കിന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റ് ചെയ്താലും അത് നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുക എന്നുള്ള ഒരു ഷറത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിലില്ല. എന്നാൽ ഇതിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം തെറ്റ് ചെയ്തപ്പോൾ തീർച്ചയായും നബിയുടെ ശുപാർശ പ്രധാനപ്പെട്ടതാണ്. ഇനി അതല്ലാത്ത തെറ്റുകളാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അവർക്ക് വേണ്ടി ശുപാർശ പറയുക എന്നുള്ളത് വലിയ ഫضലുള്ള കാര്യമാണ്. എന്നാൽ ഇതിലൊന്നും തന്നെ പേരോടും കൂട്ടരും ചെയ്യുന്നതിന് തെളിവില്ല, നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവില്ല, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവില്ല, അവരോട് നേർക്കുനേരെ ഇസ്തിഗാസ നടത്തുന്നതിന് തെളിവില്ല, മരിച്ചുപോയ ആളുകളെ ശുപാർശക്കാരാക്കുന്നതിനും തെളിവില്ല. അത്തരം മധ്യവർത്തികളെ, അത്തരം ശുപാർശകരെയാണ് പാടില്ല എന്ന് സലഫികൾ പറഞ്ഞിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ്. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ എന്താണുള്ളത്? ബഹുദൈവാരാധകരായ മക്കാ മുശ്രിക്കുകളായ ആളുകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടിയത് എന്തിനാണ്? അവരുടെ ന്യായം എന്താണ്? ഹൗലൈ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖണ്ഡിക്കുന്നു. അങ്ങനെ ശുപാർശകരാണ് എന്ന വ്യാജേന അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തിലുണ്ടല്ലോ, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന മധ്യവർത്തികളായിക്കൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്. ഇസ്ലാം അതിനെ എതിർക്കുന്നു. സമസ്ത ചെയ്യുന്നത് അതാണ്, പേരോട് ഉസ്താദ് അടക്കമുള്ള ആളുകൾ പഠിപ്പിക്കുന്നത് അതാണ്. മരിച്ചുപോയ ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, അവരുടെ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കുമൊക്കെ നേർച്ചയാക്കുക, വലിയകൾക്ക്, തങ്ങന്മാർക്ക്, ഹോജമാർക്ക്, ബീവിമാർക്ക് നേർച്ചയാക്കുക, അങ്ങനെ അവരെ പ്രീതിപ്പെടുത്തുക, എന്നിട്ട് അവരോട് ശുപാർശ ആവശ്യപ്പെടുക. അതിനു പുറമെ അവരെ തന്നെ നേർക്കുനേരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതെല്ലാം ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇതൊന്നും ഇസ്ലാമിൽ തെളിവില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. ഇതാണ് സലഫികൾ പറയുന്നത്. അതിനെ ഖണ്ഡിക്കാൻ അതിനനുസരിച്ചുള്ള തെളിവല്ലേ യഥാർത്ഥത്തിൽ പേരോട് കൊണ്ടുവരേണ്ടത്? എന്നാൽ പേരോട് കൊണ്ടുവരുന്ന തെളിവുകളൊക്കെ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങളാണ്. സലഫികൾ അതിനെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് പേരോട് എന്താണോ വാദിക്കുന്നത് അതിന് തെളിവ് കൊണ്ടുവരാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞ 3-ാമത്തെ കാര്യം, ഇവിടെ വ്യക്തമായ ജീവിച്ചിരിക്കുന്ന ആളുകളും ജീവിച്ചിരിക്കുന്ന പ്രവാചകനോടും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിനെ അവരോട് തന്നെ നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം ആവശ്യപ്പെടുവാനും അവരോട് ശുപാർശ ആവശ്യപ്പെടാനും തെളിവാക്കുകയാണ് പേരോട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ആദമിൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അമലുകൾ മുറിഞ്ഞുപോയി 3 കാര്യങ്ങൾ ഒഴികെ. ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബികളാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ നിലക്ക് ശുപാർശ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പേരോട് വ്യക്തമായി പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചരിത്രങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുകയാണ്. ഇനി പേരോടിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈമാനില്ലാത്ത ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റെക്കമെൻഡേഷൻ വേണ്ട എന്ന് പറയുക. അതല്ലെങ്കിൽ സൂറത്തുൽ മുനാഫിഖൂനിലുള്ള ആയത്ത് മധ്യവർത്തികൾ വേണം എന്ന് ആവശ്യപ്പെടുന്ന ആയത്താണ്. അതിനെ നിരാകരിക്കുന്നത് ഈമാനില്ലാത്തവരാണ് അല്ലെങ്കിൽ നിഫാഖുള്ളവരാണ് എന്ന് പേരോട് വാദിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചു, വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിറു ലക്കും റസൂലുള്ളാഹ് എന്നുള്ളതിൽ നബിയോട് നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഏത് കാര്യങ്ങൾക്കും മധ്യവർത്തി വേണം എന്നുമല്ല ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമാക്കി. മറിച്ച് ഈ ആയത്തിൻ്റെ കണ്ടന്റ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കലാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. അതാണ് ഈമാനിനെതിരായിത്തീരുന്നത്. അതാണ് നിഫാഖിനോട് യോജിച്ച് വരുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിക്കുന്നു, ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിർദ്ദേശം നൽകുന്നു, പക്ഷേ ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക, അത് പാടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ ഒന്നുകൂടി വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 61-ാമത്തെ ആയത്ത്, വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ.
അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും വരൂ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ മുനാഫിഖീങ്ങൾ നബിയിൽ നിന്ന് അകന്നു പോകുന്നത് കാണാം. അപ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിച്ചാൽ അതിൽ നിന്ന് പുറംതിരിഞ്ഞു പോവലാണ് യഥാർത്ഥ നിഫാഖ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് പേരോടിനും സമസ്തയുടെ ഈ നിലക്കുള്ള ആശയങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സലഫികൾ അതിൽ നിന്ന് മുക്തരാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പേരോട് ഉദ്ധരിച്ച ആയത്തുകളിൽ എവിടെയും എന്തില്ല? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവില്ല, മരിച്ചുപോയവരെ ശുപാർശക്കാരാക്കാനും തെളിവില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അക്കാര്യം ചെയ്യുന്നില്ല. എന്നിരിക്കെ മുജാഹിദുകൾ എങ്ങനെയാണ് ആ ആയത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരായി തീരുന്നത്? അതുകൊണ്ട് തന്നെ സലഫികൾ അതിൽ ഉൾപ്പെടുകയില്ല. എന്നാൽ ആ ആയത്തിൽ തെളിവില്ലാത്ത കാര്യം, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പേരോട് ഉദ്ധരിച്ച 2 ആയത്തുകളിലുമില്ല, മരിച്ചുപോയ ആളുകളെ ശുപാർശക്കാരാക്കണമെന്ന് പേരോട് ഉദ്ധരിച്ച 2 ആയത്തുകളിലുമില്ല. എന്നിരിക്കെ അക്കാര്യം ചെയ്യുന്ന, തെളിവില്ലാത്ത കാര്യം ചെയ്യുന്ന പേരോടക്കമുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ആ ദുസ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ അനുസരണക്കേടുണ്ട് എന്ന ആ കാര്യം യോജിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, പേരോടക്കമുള്ള സമസ്തയുടെ നേതാക്കളുടെ ഒരു സ്വഭാവം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാറം കെട്ടിയുയർത്താൻ പാടില്ല, ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല. സമസ്ത അത് കെട്ടിപ്പൊന്തിക്കാമെന്ന് പറയുന്നു. ജാറം കുമ്മായമിട്ട് മിനുക്കാനും അതിനെ അലങ്കരിക്കാനും പാടില്ല എന്ന് പറയുന്നു. ഇരു സമസ്തയും അത് നിർലോഭം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാറങ്ങളിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ മക്ബറകളിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഇരു സമസ്തയും ജാറങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുന്നു. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. ഇരു സമസ്തയും വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്നു. സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇരു സമസ്തയും സ്ത്രീകൾ പള്ളിയിൽ പോവൽ ഹറാമാണെന്ന് പറയുന്നു. ബിദ്അത്ത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബിദിനാഘോഷമടക്കമുള്ള അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബത്തിനും പരിചയമില്ലാത്ത 100 കണക്കിന് ബിദ്അത്തുകൾ ഇരു സമസ്തയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകനെ ധിക്കരിക്കുന്നതും പ്രവാചകൻ ക്ഷണിച്ചതിലേക്ക് വരാതെ പുറംതിരിഞ്ഞ് നടക്കുന്നതും സമസ്തയാണ്, സലഫികളല്ല. എന്നാൽ ഖുർആനും സുന്നത്തും കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ച് ഇസ്ലാമിൽ ഉള്ളതിനെ ഉള്ളതായി പഠിപ്പിക്കുകയും ഇല്ലാത്തത് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന സലഫികൾ അതിൽ നിന്ന് മുക്തരാണ്. യഥാർത്ഥത്തിൽ പേരോട് ഇവിടെ കളവുകൾ പറഞ്ഞുകൊണ്ട്, മുജാഹിദുകൾക്കില്ലാത്ത വാദം പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറഞ്ഞ് സായുജ്യമടയുകയാണ് ചെയ്യുന്നത്. അവർക്ക് സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് ധൈര്യമുണ്ടായിരുന്നെങ്കിൽ അവർ വാദിക്കുന്ന വാദങ്ങൾക്കാണ് അവർ തെളിവ് കൊണ്ടുവരേണ്ടിയിരുന്നത്. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് കൊണ്ടുവരട്ടെ, മരിച്ചുപോയ ആളുകളെ ശുപാർശക്കാരാക്കാമെന്നതിന് തെളിവുകൾ കൊണ്ടുവരട്ടെ. അതിന് തെളിവ് കൊണ്ടുവരാൻ സാധിക്കാതെ വരുമ്പോൾ ജനങ്ങളെ കബളിപ്പിച്ച് കളവുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. സത്യം പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നാണ് നമുക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.